ഫിനാൻസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ജൂനിയർ ക്ലർക്ക് പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലോയാണ്, കോപ്പറേറ്റീവ് ലോ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. The State Cooperative Election Commission shall not conduct election of President, Vice President, Board of Directors, Chairman of Disciplinary Subcommittee. ഇതാണ് ഓപ്ഷൻസ്. The State Cooperative Election Commission shall not conduct election. Cooperative Election Commission ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 കേസിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഇലക്ഷനാണ് നടത്താത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ചോദ്യങ്ങളിൽ ഇങ്ങനെ ഈ നോട്ട് ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾ ആണ് വരുന്നത്. അപ്പോഴത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ നടത്താത്തത് ഏത് ഇലക്ഷനാണ്? പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. വൈസ് പ്രസിഡൻറ്റ് അതെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതെ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ചെയർമാൻ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റി, അതാണ് ഇവിടുത്തെ ആൻസർ. Who shall preside over the meeting of a society convened to consider a no confidence motion against the president? പ്രസിഡൻറ്റിന് എതിരായിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന ആ മീറ്റിങ്ങിൽ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? An officer authorized by the registrar, any of the committee members, the vice president. എൻ്റെ ആൻസർ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. ഇഫ് ദ രജിസ്ട്രാർ ഓൺ കംപ്ലീഷൻ ഓഫ് ദ എൻക്വയറി ഫൈൻഡ്സ് ദാറ്റ് ദർ ഈസ് മേജർ ഡിഫക്റ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി, he may initiate action in accordance with the provisions of section 32, 33, 68, 69. ഏത് സെക്ഷൻ അനുസരിച്ചുള്ള നടപടികളാണ് രജിസ്ട്രാർ എടുക്കുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഒരു സംഘത്തിൽ എൻക്വയറി നടത്തി കണ്ടുപിടിക്കപ്പെട്ടു എങ്കിൽ രജിസ്ട്രാർ 32-ാം വകുപ്പനുസരിച്ചുള്ള നടപടികളിലേക്കാണ് കടക്കുക. The vigilance officer appointed under section 68A of the Kerala Cooperative Societies Act shall be under the administrative control of DGP, Registrar, Secretary Corporation Department, Director of Cooperative Audit. ഇപ്പോൾ വിജിലൻസ് ഓഫീസർ 68A പ്രകാരം നിയമിതനായിട്ടുള്ള വിജിലൻസ് ഓഫീസർ ആരുടെ ഭരണ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം രജിസ്ട്രാറുടെ കൺട്രോളിലായിരിക്കും. ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റെസീറ്റ് ഓഫ് റെഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷാൽ പാസ് ആൻ അവാർഡ് വിതിൻ 6 months, 1 year, 90 days, 60 days. സഹകരണ ആർബിട്രേഷൻ കോടതി ഒരു തർക്കം സംബന്ധിച്ചിട്ടുള്ള അവാർഡ് പാസ്സാക്കുന്നത് എത്ര ദിവസത്തിനകമാണ്? ആൻസർ 1 year ആണ്. ദി ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. 1 year, 2 years, 3 years, 5 years. ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് അദ്ദേഹത്തെ നിയമിച്ചതിന് ശേഷം എത്ര നാൾക്കകം പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്? ഉത്തരം 3 years, 3 വർഷത്തിനകം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ്. The entries in the service register of the chief executive officer shall be authorized by auditor, assistant registrar, joint registrar, president. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ
സേവന പുസ്തകത്തിലെ എൻട്രീസ് അത് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പ്രസിഡൻറ്റും മറ്റ് ജീവനക്കാരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, Dash is the appealing authority if arbitrator pass an order against the member of a society. ആർബിട്രേറ്റർ ഒരു സംഘത്തിലെ അംഗത്തിന് എതിരായി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാവുന്ന ആർക്കാണ്? രജിസ്ട്രാർ, ഗവൺമെൻറ്, കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ, നൺ ഓഫ് ദീസ്. ഉത്തരം കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. Election fees to be remitted by a federal society at the time of election of managing committee of a society is. ഒരു ഫെഡറൽ സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിനായിട്ട് നൽകേണ്ട ഇലക്ഷൻ ഫീസ് എത്രയാണ്? ഓപ്ഷൻസ് 5000, 4000, 3000, നൺ ഓഫ് ദീസ്. ആൻസർ 3000 ആണ്. As per Rule 15 of the KCS Rules 1969, Taxfed is come under Agricultural Marketing Society, Industrial Processing Societies, Agro-Industrial Societies, none of these. 1969 കേരള സഹകരണ സംഘം ചട്ടം 15 അനുസരിച്ച് ടാക്സ്ഫെഡ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? അത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി വിഭാഗത്തിൽപ്പെടുന്നതാണ്. Form number 6A is related with identity card, duplicate registration certificate, GAFAN, none of these. Form number 6A ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഐഡൻറ്റിറ്റി കാർഡാണ്. In an apex society, nominees as per section 31 are appointed by മാനേജിംഗ് കമ്മിറ്റി, രജിസ്ട്രാർ, ഗവൺമെൻറ്, നൺ ഓഫ് ദീസ്. ഒരു സംസ്ഥാന സഹകരണ സംഘത്തിൽ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അതിൽ വകുപ്പ് 31 പ്രകാരമുള്ള നോമിനികളെ നിയമിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ആൻസർ ഗവൺമെൻറ്. രജിസ്ട്രാർസ് പവർ ടു കൺവീൻ ദ കമ്മിറ്റി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി deals with section 28(5), section 34, section 31(2), none of these. ഒരു സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി യോഗം വിളിച്ചു കൂട്ടാനുള്ള രജിസ്ട്രാറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 30 സബ്സെക്ഷൻ 4 പറയുക. Procedure for attachment and sale of movable property is specified in dash of the KCS rules 1969. 1969 സഹകരണ ചട്ടത്തിൽ ഏത് റൂൾ അനുസരിച്ചാണ് ജംഗമ വസ്തുക്കളുടെ ജപ്തിയും വിൽപ്പനയും പ്രതിപാദിക്കുന്നത്? റൂൾ 76, റൂൾ 82, റൂൾ 83, നൺ ഓഫ് ദീസ്. റൂൾ 76 പ്രകാരമാണ് മൊബൈൽ പ്രോപ്പർട്ടീസിൻ്റെ ജംഗമ വസ്തുക്കളുടെ ജപ്തി വിൽപ്പന കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 57B ഓഫ് ദ KCS Act 1969 ഡീൽസ് വിത്ത്. കേരള സഹകരണ സംഘ നിയമത്തിൽ വകുപ്പ് 57B പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം, കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം, നൺ ഓഫ് ദീസ്. ആൻസർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ പറ്റിയാണ് പറയുക. റൂൾ 81 ഓഫ് ദ KCS റൂൾസ് 1969 ഡീൽസ് വിത്ത് പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ്, പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് മൊബൈൽ പ്രോപ്പർട്ടി, പ്രൊസീജിയർ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൊബിൾ പ്രോപ്പർട്ടി, നൺ ഓഫ് ദീസ്.
69 കേരള സഹകരണ സംഘ ചട്ട നിയമത്തിൽ സഹകരണ ചട്ടത്തിൽ ചട്ടം 81 എന്നതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് പ്രൊസീജിയർ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സ്ഥാവര വസ്തുക്കൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തുന്നതിനുള്ള നടപടിക്രമത്തെ പറ്റിയാണ് റൂൾ 81 പ്രതിപാദിക്കുന്നത്. An appeal under Rule 198 is to be filed within 90 days, 3 months, 2 months, none of these. ചട്ടം 198 പ്രകാരം അപ്പീൽ എത്ര നാൾക്കകമാണ് ഫയൽ ചെയ്യേണ്ടത്? 3 മാസത്തിനകമാണ് ഫയൽ ചെയ്യേണ്ടത്. മോഡൽ ബൈലോസ് ആർ ഫ്രെയിംഡ് ബൈ ചീഫ് പ്രൊമോട്ടർ, ഗവൺമെൻറ്, രജിസ്ട്രാർ, നൺ ഓഫ് ദീസ്. മാതൃകാ നിയമാവലി തയ്യാറാക്കുന്ന ആരാണ്? രജിസ്ട്രാറാണ് ഉത്തരം. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് 15, 21, 23, നൺ ഓഫ് ദീസ്. 23 ആണ്. റൂൾ 176 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത് 176 ചട്ടം 176 ഇതിനെപ്പറ്റിയാണ് പറയുക. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്, രജിസ്ട്രാർസ് പവർ ടു റിസൈൻ റെസൊല്യൂഷൻ, യൂസ് ഓഫ് പ്രമിസസ് ഓഫ് സൊസൈറ്റീസ്, നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ രജിസ്ട്രാറുടെ പവറിനെ പറ്റിയാണ്. അതായത് തീരുമാനങ്ങൾ റദ്ദ് ചെയ്യാനുള്ള രജിസ്ട്രാറുടെ അധികാരം, രജിസ്ട്രാർസ് പവർ ടു റിസൈൻ റെസൊല്യൂഷൻ, അതാണ് ആൻസർ. റൂൾ 176. ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈഡ് ഇൻ റൂൾ 64A, സെക്ഷൻ 64A, റൂൾ 66A, നൺ ഓഫ് ദീസ്. ഒരു സഹകരണ ആഡിറ്ററുടെ യോഗ്യതകൾ പറയുന്ന ഏത് റൂളിലാണ് എന്നാണ് ചോദ്യം. ഇതിനകത്ത് ഏതിലാണെന്നുള്ളതാണ്. റൂൾ 64A ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 5, 3, 1, നൺ ഓഫ് ദീസ്. 3 പേരാണുള്ളത്. 3 മെമ്പേഴ്സ്. Quorum for the last general body meeting convened by liquidator is 1/3, 2/3, half, none of these. അതായത് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ലിക്വിഡേറ്റർ വിളിച്ചു കൂട്ടുന്ന അവസാന പൊതുയോഗത്തിന് കോറം എത്രയാണെന്ന്. അതിന് കോറം ആവശ്യമില്ല. അപ്പോൾ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. മിനിമം എമൗണ്ട് പേയബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ട് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അറ്റാദായത്തിൽ നിന്നും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കൊടുക്കേണ്ട ഏറ്റവും ചെറിയ തുക മിനിമം ഫണ്ട് എത്രയാണ്? മിനിമം എമൗണ്ട് 2000 ആണ്. 1000, 2000, 5000, നൺ ഓഫ് ദീസ് ആണ് ഓപ്ഷൻസ്. 2000 ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ലോയിലെ ഈ ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങളുമൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലുള്ള ചോദ്യോത്തരങ്ങളുമായിട്ട് മറ്റൊരു വിഷയത്തിൻ്റെ ആയിരിക്കുമെന്നുള്ളേ ഉള്ളൂ. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.